ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ വന്നത്. ഞാൻ ബ്ലാങ്ക് ആയിട്ടാട്ടോ ശരിക്കും വന്നത്. പക്ഷേ ശരിക്കും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഒരു ഇൻസൈറ്റ് കിട്ടിയ മാതിരി ശരിക്കും വന്നപ്പം. ഈ ഒരു പാത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഹിതം എപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു സമയത്ത് നമ്മളൊരു മെസ്സേജ് അയച്ചാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞാലോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദിശങ്കരാചാര്യൻ, രമണ മഹർഷി, പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുരു ഉണ്ണികൃഷ്ണൻ സർ, മാം, ഇതിപ്പോൾ ജേർണി വിത്തിൻ ഫസ്റ്റ് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്ത് അഗെയിൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഉള്ള സംശയങ്ങൾ എത്രത്തോളം ഉണ്ടാവും. ബിക്കോസ് ഇതുപോലെയായിരുന്നു ഞാനും. സാറിനറിയാം എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ജേർണി വിത്തിനിൽ ചോദിച്ചത് ഫസ്റ്റിൽ. ഞാനൊരു 2 വർഷം മുമ്പ് സാറിൻ്റെ ഈ സെഷൻസ് ജേർണി വിത്തിൻ്റെ ഇതിൽ കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇത് എൻ്റെ ബുദ്ധിക്ക് കോംപ്രിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണെന്ന് കരുതി. എന്നിട്ട് ലാസ്റ്റ് ഇയർ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അത് പറഞ്ഞ പോലെ നൗ വാസ് എ ടൈം ഫോർ മീ ടു കം. പിന്നെ എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു വിശ്വാസം നമ്മൾ റെഡി ആവുമ്പോൾ വഴി തെളിയും എന്നുള്ളതാണ്. കാര്യം ഇത് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ യൂട്യൂബിൽ ലാസ്റ്റ് വീക്ക് കണ്ട് അങ്ങനെ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. പിന്നെ ശരിക്കും ഒരു ലൈവ്ലി സെഷനായിരുന്നു കേട്ടോ. ശരിക്കും ഇത് എന്താ വെച്ചാൽ നമ്മളൊരു സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലും സാറിൻ്റെ ഒക്കെ കുറേ തമാശകളും ഇതൊക്കെ ആയപ്പോൾ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും. സോ ബേസിക്കലി ഞാൻ കുറേ സംസാരിക്കുമെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യാറില്ല. അതിൽ ഞാൻ വളരെ അപ്രീഹെൻസീവാണ്. ഇന്ന് ആരോ എന്നോട് ചോദിച്ചു, ഇത്ര ഓപ്പണായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ എന്തൊക്കെ തോന്നിയതൊക്കെ, അപ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമമാണ് പറയാൻ, പക്ഷെ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം കിട്ടിയതാണ്. ഞാൻ ഒരുപാട് ഗുരുക്കന്മാരെ കണ്ട് വന്ന ഒരു സാധകനാണ്. വളരെയധികം ദേഷ്യപ്പെട്ട് നമുക്ക് അറിവ് പ്രദാനം ചെയ്യുന്ന ഗുരുക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം ദേഷ്യത്തോടു കൂടി നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർ നമ്മളോട് ഉത്തരം പറയുക. നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന വിധത്തിൽ, എന്തിനാണ് ഇവിടെ വന്നത് ഇയാളുടെ അടുത്ത് സംസാരിക്കാൻ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരം. പക്ഷേ ഇവിടെ സാറിൻ്റെ പ്രത്യേകത മൈത്രി ഭാവപൂർണ്ണമാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. ഒരു സുഹൃത്തെന്ന പോലെ നമ്മളോട് പെരുമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വി ഫീൽ വെരി കംഫർട്ടബിൾ.